ഹലോ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസിംഗ് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ പേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം, ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് കുറേ വെബ് പേജുകളുടെ കളക്ഷനാണ് അല്ലേ. സോ നമ്മൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. സോ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വെബ് പേജുകൾക്കിടയിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാവും, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. സോ അതെങ്ങനെയാണ് ഈ വെബ് പേജുകൾക്കിടയിൽ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻസ് ഇൻഫോർമേഷൻ സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ, അതിൻ്റെ വെബ്സൈറ്റാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൽ മേ ബി രണ്ടോ അതിലധികമോ എന്തുണ്ടാവും, വെബ് പേജുകളുണ്ടാവും. ഫസ്റ്റത്തെ വെബ് പേജ് ഒന്ന് വിചാരിക്കുന്നത് ഒരു ലോഗിൻ പേജ് ആണെന്ന് വിചാരിക്കാം. രണ്ടാമത്തത് ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു പേജ് എന്ന് വിചാരിക്കാം. അങ്ങനെ രണ്ട് പേജുകളാണ് ഈ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലുള്ളത്. സോ അതിൽ ഫസ്റ്റ് എന്താണ് പേജ്, ദാറ്റ് മീൻസ് ലോഗിൻ പേജിൽ നിന്നും ആ കുട്ടി യൂസർ നെയിമും പാസ്വേഡും അടിക്കുന്നതിനനുസരിച്ച് ആ യൂസർ നെയിമും പാസ്വേഡും ചെക്ക് ചെയ്തതിന് ശേഷം, അഥവാ ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് എന്ത് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫോർമേഷൻസ് അടുത്ത പേജിലോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കുട്ടിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് ആ സെക്കൻഡ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. സോ അങ്ങനെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇങ്ങനെ ഏതൊരു സിസ്റ്റം എടുത്ത് കഴിഞ്ഞാലും അതിലുള്ള വെബ് പേജുകൾക്കിടയിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, ഏതൊക്കെ മെത്തേഡുകളാണുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. പാസിംഗ് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ പേജസ് മെയിനായിട്ടും 3 രീതിയിലാണ് നമ്മൾ ഈ പേജുകൾക്കിടയിൽ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. ഒന്ന്, പാസിംഗ് വേരിയബിൾസ് യൂസിങ് URL എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, URL അല്ലേ. നമ്മൾ മുകളിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റ് സന്ദർശിക്കുമ്പോൾ ആ ഓരോ സൈറ്റ്സിനും എന്തുണ്ടാവും, ഓരോ URLകൾ ഉണ്ടാവും. സോ നമ്മൾ URL വഴി എന്ത് ചെയ്യുന്നു, ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ പാസ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തേത് പാസിംഗ് വേരിയബിൾസ് യൂസിങ് കുക്കീസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, വേരിയബിൾസ് പാസ് ചെയ്യുന്നു. പാസിംഗ് വേരിയബിൾസ് യൂസിങ് സെഷൻ അല്ലെങ്കിൽ സെഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നു. സോ ഈ 3 രീതിയാണ് പേജുകൾക്കിടയിൽ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ ഈ ഒരു URL വെച്ചിട്ട് പാസ് ചെയ്യുന്ന ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി 2 നമ്മൾ വേറെ വീഡിയോസിലായിട്ട് ചെയ്യുന്നതായിരിക്കും. സോ പാസിംഗ് വേരിയബിൾസ് യൂസിങ് URL തന്നെ 2 മെത്തേഡുകളുണ്ട്. ഒന്ന് HTTP ഗെറ്റും അതേപോലെ തന്നെ HTTP പോസ്റ്റും. നമുക്ക് ഇതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പാസിംഗ് വേരിയബിൾസ് യൂസിങ് URL. വി ക്യാൻ പാസ് വേരിയബിൾ വാല്യൂസ് ബിറ്റ്വീൻ പേജസ് ത്രൂ ദ URL വഴി, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, പേജുകൾക്കിടയിൽ വേരിയബിൾസിൻ്റെ വാല്യൂസിനെ പാസ് ചെയ്യുന്ന മെത്തേഡാണിത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബേസിക് ടെക്നിക് ഓഫ് ഇൻഫോർമേഷൻ പാസിംഗ് ബിറ്റ്വീൻ വെബ് പേജസ്. മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള ടെക്നിക്കാണ്. URL വഴി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള മറ്റുള്ള ആ സെഷനും കുക്കീനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമുക്ക് ഈസി ആയിട്ട് പാസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഈ URL വഴി, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ പറഞ്ഞു 2 മെത്തേഡുകളാണുള്ളത്, HTTP ഗെറ്റ് മെത്തേഡും HTTP പോസ്റ്റ് മെത്തേഡും. HTTP എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ്. സോ നമുക്കറിയാം, ദെൻ ഗെറ്റ് മെത്തേഡ്, ഗെറ്റും പോസ്റ്റും ആണ് 2 മെത്തേഡ്സ് ആയിട്ട് വരുന്നത്. സോ HTTP ഗെറ്റ് മെത്തേഡ് എന്താണ്, HTTP പോസ്റ്റ് മെത്തേഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ HTTP എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം HTTP ഗെറ്റ് മെത്തേഡിൽ നമുക്കറിയാം, HTTP എന്ന് ഇവിടെ വരാനുള്ള കാരണം നമുക്കറിയാം, HTTP ഈസ് ഡിസൈൻ ടു എനേബിൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവേഴ്സ്. HTTP എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്, ട്രാൻസ്ഫർ അഥവാ ഇൻഫോർമേഷൻസ് ഒക്കെ ബിറ്റ്വീൻ പേജുകൾക്കിടയിൽ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോട്ടോക്കോൾ സാറ്റിസ്ഫൈ ചെയ്ത് മാത്രം, അത് പ്രോട്ടോക്കോൾ അനുസരിച്ചാൽ മാത്രമേ അത് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതിനുള്ള ഒരു പ്രോട്ടോക്കോളാണ് HTTP എന്ന് പറയുന്നത്.
അഥവാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, എനേബിൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ. ക്ലയൻറ്റിൻ്റെയും അതേപോലെ തന്നെ സെർവറിൻ്റെയും ഇടയിൽ കമ്മ്യൂണിക്കേഷൻസ് എനേബിൾ ചെയ്യുന്ന എന്താണ് ഒരു ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് HTTP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് IP കിട്ടുന്നുണ്ടാവും. എന്താണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. എന്താണ്, നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ IP വേണം. IP ആ ഒരു പ്രോട്ടോക്കോൾ നമ്മൾ എന്ത് ചെയ്യണം, അനുസരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ക്ലയൻറ്റിൻ്റെയും സെർവറിൻ്റെയും ഇടയിൽ ബിറ്റ്വീൻ പേജുകൾക്കൊക്കെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കണം അല്ലെങ്കിൽ എനേബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, HTTP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ എന്ത് ചെയ്യണം, ഒബേ ചെയ്യണം. സോ അതാണ് ഇവിടെ HTTP ഗെറ്റ് മെത്തേഡ്, HTTP പോസ്റ്റ് മെത്തേഡ് എന്നൊക്കെ വരാനുള്ള കാരണം. then HTTP get method എന്താ നോക്കാം. The get method is used to retrieve information from the given server using a given URI. Okay, then get method യൂസ് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്, ഇൻഫോർമേഷൻ റിട്രീവ് ചെയ്യാണ് ഫ്രം ദ ഗിവൺ സെർവർ യൂസിങ് എ ഗിവൺ യൂണിഫോം റിസോഴ്സ് ഐഡൻറ്റിഫൈ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെർവറിൽ നിന്നുള്ള ഇൻഫോർമേഷൻസിനെ റിട്രീവ് ചെയ്ത് എടുക്കുകയാണ് ഗെറ്റ് മെത്തേഡിലൂടെ ചെയ്യുന്നത്. റിക്വസ്റ്റ് യൂസിങ് ഗെറ്റ് ഷുഡ് ഓൺലി റിട്രീവ് ഡാറ്റ ആൻഡ് ഷുഡ് ഹാവ് നോ അതർ എഫക്ട്സ് ഓൺ ദ ഡാറ്റ. ഇങ്ങനെ ഈ ഗെറ്റ് മെത്തേഡിലൂടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡാറ്റ റിട്രീവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഷുഡ് ഹാവ് നോ അതർ എഫക്റ്റ് ഓൺ ദ ഡാറ്റ. ഡാറ്റയിൽ വേറെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നേരിട്ട് എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഗെറ്റേഴ്സ് യൂസ് ടു റിക്വസ്റ്റ് ഡാറ്റ ഫ്രം എ സ്പെസിഫൈഡ് റിസോഴ്സ്. സ്പെസിഫൈഡ് റിസോഴ്സിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഡാറ്റ എന്ത് ചെയ്യുന്നു, എടുക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് മെത്തേഡ് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഗെറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ HTTP മെത്തേഡ്. ഗെറ്റ് എന്താണ്, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു HTTP മെത്തേഡാണ് ഗെറ്റ് എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് താഴെ നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഗെറ്റിൻ്റെ കുറച്ച് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഗെറ്റ് റിക്വസ്റ്റ് ക്യാൻ ബി കാഷ്ഡ് എന്നാണ് പറയുന്നത്. അഥവാ ഇപ്പോൾ നമ്മൾ ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ അതെന്താണ് പറയുന്നത്, അതിൻ്റെ ഗെറ്റ് മെത്തേഡാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് റിക്വസ്റ്റ് ക്യാൻ ബി ക്യാഷ്ഡ്. അത് ക്യാഷ് ചെയ്ത് വെക്കില്ല എന്നുള്ളത്. റിക്വസ്റ്റ് ക്യാൻ ബി ക്യാഷ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യും, അത് ആ ക്യാഷ് ചെയ്ത് വെക്കും, അവിടെ ഉണ്ടാകും. അത് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ടാവും, ക്യാഷ് ചെയ്ത് വെക്കും. നമ്മളിപ്പോൾ എന്താണോ ഗെറ്റ് മെത്തേഡ് വഴി എന്ത് ചെയ്തിട്ടുള്ളത്, റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, അത് അവിടെ ക്യാഷ് ചെയ്ത് വെക്കും. അതാണ് ഫസ്റ്റ് വൺ. ദെൻ ഗെറ്റ് റിക്വസ്റ്റ് റിമെയിൻ ഇൻ ദ ബ്രൗസർ ഹിസ്റ്ററി. അതേപോലെ തന്നെ ക്യാഷ് ചെയ്ത് വെക്കുന്നതോടെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഒരു സംഭവം നമ്മളിപ്പോൾ റിക്വസ്റ്റ് ചെയ്ത സംഭവം എന്തുണ്ടാവും, ബ്രൗസർ ഹിസ്റ്ററിയിലും എന്തുണ്ടാവും, കാണാൻ പറ്റും. ഗെറ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തതെങ്കിൽ. ഗെറ്റ് റിക്വസ്റ്റ് ക്യാൻ ബി ബുക്ക് മാർക്കഡ്. അതേപോലെ തന്നെ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കും. നമ്മളിപ്പം ഗെറ്റ് റിക്വസ്റ്റ് ആണ്, ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ ഒരു സംഭവത്തിന് ബുക്ക് മാർക്ക് ചെയ്തിട്ടും വെക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഗെറ്റ് റിക്വസ്റ്റ് ഷുഡ് നൗ ബി യൂസ്ഡ് വെൻ ഡീലിംഗ് വിത്ത് സെൻസിറ്റീവ് ഡാറ്റ. ഗെറ്റ് റിക്വസ്റ്റ് ഷുഡ് നവർ ബി യൂസ്ഡ് വെൻ ഡീലിംഗ് വിത്ത് സെൻസിറ്റീവ് ഡാറ്റ. എന്താ പറഞ്ഞത്, ഗെറ്റ് റിക്വസ്റ്റ് എന്ത് ചെയ്യില്ല, സെൻസിറ്റീവ് ഡാറ്റ നമുക്ക് പാസ് ചെയ്യേണ്ട കേസിലൊന്നും നമ്മൾ ഗെറ്റ് മെത്തേഡ് ഗെറ്റ് റിക്വസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. കോമൺ ആയിട്ടും സാധാരണ ഡാറ്റകൾ മാത്രം നമ്മൾ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പാസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ സെൻസിറ്റീവ് ഡാറ്റാസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഗെറ്റ് റിക്വസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പാസ് ചെയ്യുന്നില്ല. ദെൻ ഗെറ്റ് റിക്വസ്റ്റ് ഹാവ് ലെങ്ത് റെസ്ട്രിക്ഷൻസ് എന്നാണ് പറയുന്നത്. എന്താണ്, ഗെറ്റ് റിക്വസ്റ്റ് വെച്ചിട്ട് നമുക്ക് പാസ് ചെയ്യുന്ന ഇൻഫോർമേഷൻ്റെ എന്തെങ്കിലും സം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിൻ്റെ ലെങ്ത്ത്, ഇത്ര ലെങ്ത്തിലുള്ള ഇൻഫോർമേഷൻസ് മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഏതിൻ്റെ കേസിലുണ്ട്, ഗെറ്റ് മെത്തേഡിൻ്റെ കേസിലുണ്ട്. ദെൻ ഗെറ്റ് റിക്വസ്റ്റ് ആർ ഓൺലി യൂസ്ഡ് ടു റിക്വസ്റ്റ് ഡാറ്റ നോട്ട് മോഡിഫൈ. എന്താണ്, ഗെറ്റ് റിക്വസ്റ്റ് വഴി അല്ലെങ്കിൽ ഗെറ്റ് മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റനെ റിക്വസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ നമുക്കതിനെ മോഡിഫൈ ചെയ്യാനോ ഒന്നും പറ്റില്ല. സോ ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതേ സംഭവങ്ങൾ തന്നെ പോസ്റ്റ് മെത്തേഡിൻ്റെ കേസിലും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതാണ് ഇത് നമ്മളുള്ള എക്സാംസിനൊക്കെ ചോദിക്കുക അങ്ങനെയായിരിക്കും. ഗെറ്റും പോസ്റ്റ് മെത്തേഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. സോ നമുക്ക് ഗെറ്റ് മെത്തേഡിൻ്റെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അതേ സംഭവം തന്നെ പോസ്റ്റിലാകുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും അവിടെ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ ഇവിടെ പറയുന്നു യൂസർ ക്യാൻ നൗ ബുക്ക് മാർക്ക് ദിസ് പേജ്. നമ്മൾ പറഞ്ഞു
HTTP ഗെറ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പാരാമീറ്റേഴ്സ് റിമൈൻ ഇൻ ബ്രൗസർ ഹിസ്റ്ററിയിൽ ഉണ്ടാവും. ദ ഗെറ്റ് മെത്തേഡ് ആഡ് ദ ഡാറ്റ ടു ദ URL ആൻഡ് ദ ലെങ്ത് ഓഫ് ദി URL ഈസ് ലിമിറ്റഡ്. ഗെറ്റ് മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു എക്സാം ഉണ്ടല്ലോ, ഒരു ലോഗിൻ പേജ് ഉണ്ട്, അതേപോലെ തന്നെ ആ ലോഗിൻ പേജിൻ്റെ അപ്പുറത്ത് വേറൊരു വെബ് പേജ് ഉണ്ട്, സ്റ്റുഡൻസിൻ്റെ ഇൻഫോർമേഷൻ കാണിക്കുന്ന ഒരു പേജ് ഉണ്ട്. സോ ഇതിൽ ഗെറ്റ് മെത്തേഡാണ് നമ്മൾ ഈ ഫസ്റ്റ് പേജിൽ നിന്നും രണ്ടാമത്തെ പേജിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി എടുത്തതെങ്കിൽ അവിടെ എന്താണ് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ URL. അഥവാ നമ്മൾ ഫസ്റ്റ് പേജ് എടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് URL നോക്കിക്കഴിഞ്ഞാൽ URL എന്ത് കാണാൻ പറ്റും? URL ബ്രൗസറിൻ്റെ മുകളിൽ ഉണ്ടാവുമല്ലോ. സോ URL നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ എന്താണോ പാസ് ചെയ്യുന്നത് ആ സംഭവം അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇട്ടിട്ടുണ്ടാവും. അവിടെ കാണാൻ പറ്റും, ആ URL നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഗെറ്റ് മെത്തേഡ് എന്താ ചെയ്യുന്നത്, എന്താണോ പാസ് ചെയ്യുന്നത് ആ ഡേറ്റയെ എന്ത് ചെയ്യുന്നു, URLലോട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, URLലോട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഈ URLൻ്റെ ലിമിറ്റ്, ദാറ്റ് മീൻസ് എത്രയാണോ മാക്സിമം നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 2048 ക്യാരക്ടേഴ്സാണ് മാക്സിമം URL ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഗെറ്റിൻ്റെ മറ്റൊരു ഇതെന്ന് പറയുന്നത് ഓൺലി ആസ്കി ക്യാരക്ടേഴ്സ് മാത്രമേ അലോ ചെയ്യുള്ളൂ. ബൈനറി പോലുള്ള അങ്ങനത്തെ ഒന്നും അലോ ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, ആസ്കി ക്യാരക്ടേഴ്സ്, ആസ്കി അറിയാലോ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. സോ ഈ സ്റ്റാൻഡേർഡിലുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ഗെറ്റ് മെത്തേഡിലൂടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുള്ളൂ. വേറെ ഏത് ബൈനറി പോലുള്ള കാര്യങ്ങളൊന്നും അലോ ചെയ്യുന്നില്ല. Get is less secure compared to post because data sent in part of the URL. ആലോചിച്ചത് തന്നെ അറിയാം, യൂസർ നെയിമും പാസ്വേഡൊക്കെ എന്ത് ചെയ്യുന്നു, URLലൂടെ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്തതെന്നുള്ളതൊക്കെ ആ URL നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. സോ അത് എന്താണ്, ഗെറ്റും അതേപോലെ തന്നെ ഗെറ്റ് മെത്തേഡിൻ്റെ അതൊരു സെക്യൂരിറ്റി കുറവാണ് ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, പോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം എന്താണ്, ഡാറ്റ URLലൂടെയാണ് പാസ് ചെയ്യുന്നത് ഏതിൽ, ഗെറ്റ് മെത്തേഡിൽ. നെവർ യൂസ് ഗെറ്റ് വെൻ സെൻഡിങ് പാസ്വേഡ്സ് ഓർ അതർ സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അതുകൊണ്ടാണ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കരുത്, ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ള കാരണം. ഡാറ്റ ഈസ് വിസിബിൾ ടു എവരി വൺ ഇൻ ദ URL നോക്കിക്കഴിഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ കാണാൻ പറ്റും. ഏതിൽ കേസിൽ, ഗെറ്റ് മെത്തേഡിൻ്റെ കേസിൽ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് അടുത്തതായിട്ട് പോസ്റ്റ് മെത്തേഡിനെ കുറിച്ചിട്ട് നോക്കാം. പോസ്റ്റ് മെത്തേഡ് എങ്ങനെയാണ് വരുന്നത്, അത് ഗെറ്റ് മെത്തേഡുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്തെന്ന് പഠിക്കാം. പോസ്റ്റ് ഈസ് യൂസ്ഡ് ടു സെൻഡ് ഡാറ്റ ടു എ സെർവർ ടു ക്രിയേറ്റ് ഓർ അപ്ഡേറ്റ് എ റിസോഴ്സ്. പോസ്റ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെർവറിലോട്ട് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇത് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യാനും പറ്റും, റിസോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനും ഏതിലൂടെ പറ്റും, പോസ്റ്റ് മെത്തേഡ് വഴി പറ്റും എന്നുള്ളതാണ്. മറ്റേതിൻ്റെ കേസിൽ ക്രിയേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പോസ്റ്റ് മെത്തേഡിൻ്റെ കേസിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പോസ്റ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ HTTP മെത്തേഡ്സ്. അതേപോലെ തന്നെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു HTTP മെത്തേഡാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. ദ പോസ്റ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ യു വാണ്ട് ടു സെൻഡ് സം ഡാറ്റ ടു ദ സെർവേഴ്സ്. പോസ്റ്റ് മെത്തേഡ് നമ്മൾ സെർവറിലോട്ടൊക്കെ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്, ക്ലയൻറ്റിൽ നിന്നും സെർവറിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യേണ്ട കേസിലൊക്കെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുക പോസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, പോസ്റ്റ് റിക്വസ്റ്റ് ആർ നെവർ ക്യാഷ്ഡ്. കമ്പയർ ചെയ്യാം, നമ്മളെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഗെറ്റ് മെത്തേഡിൽ എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് എന്താണ്, ക്യാഷ്ഡ് ആണെന്ന് പറഞ്ഞു. അവിടെ ക്യാഷ് മെമ്മറിയിൽ അത് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ എന്ത് ചെയ്യില്ല, പോസ്റ്റ് റിക്വസ്റ്റ് അവിടെ ക്യാഷിൽ കീപ്പ് ചെയ്യുന്നില്ല. അതാണ് നെവർ ക്യാഷ്ഡ് എന്ന് പറയാനുള്ള കാരണം. ദെൻ പോസ്റ്റ് റിക്വസ്റ്റ് ഡു നോട്ട് റിമൈൻ ഇൻ ദ ബ്രൗസർ ഹിസ്റ്ററി. അതേപോലെ തന്നെ ഗെറ്റ് എന്ത് ചെയ്യുന്നു, ബ്രൗസർ ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്നു ആ റിക്വസ്റ്റ്, പക്ഷേ പോസ്റ്റ് റിക്വസ്റ്റ് ഇവിടെ ഉണ്ടാവില്ല, ബ്രൗസർ ഹിസ്റ്ററിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ദെൻ പോസ്റ്റ് റിക്വസ്റ്റ് കനോട്ട് ബി ബുക്ക് മാർക്കഡ്. അവിടെ ബുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇവിടെ എന്ത് ചെയ്യില്ല, പോസ്റ്റിൻ്റെ കേസിൽ ബുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ദെൻ പോസ്റ്റ് റിക്വസ്റ്റ് ഹാവ് നോ റെസ്ട്രിക്ഷൻസ് ഓൺ ഡാറ്റ ലെങ്ത്. അതേപോലെ തന്നെ മറ്റതിൽ ലെങ്ത് ഉണ്ടല്ലോ, നമുക്ക് പാസ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്ത് URL ലെങ്ത് ഉണ്ടായിരുന്നു, റെസ്ട്രിക്ഷൻ ആയിരുന്നു അവിടെ. ഇവിടെ ആ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്തിട്ട് പാസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് മോർ സെക്യൂർ ദാൻ ഗെറ്റിനെക്കാട്ടിലും എന്താണ്, സെക്യൂർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ദ ഡാറ്റ സെൻഡ് ടു ദ സെർവർ വിത്ത് പോസ്റ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ റിക്വസ്റ്റ് ബോഡി ഓഫ് ദ HTTP റിക്വസ്റ്റ്. നേരെ എന്താ ചെയ്യുന്നത്,
URL-ലോട്ട് ആഡ് ചെയ്യല്ല ചെയ്യുന്നത്. ഈ ഒരു പാസ് ചെയ്യുന്ന ഇൻഫോർമേഷൻ URL-ലോട്ട് ആഡ് ചെയ്യല്ല ചെയ്യുന്നത്. പകരം എന്ത് ചെയ്യുന്നു, അത് റിക്വസ്റ്റ് ബോഡിയിലോട്ട് HTTP റിക്വസ്റ്റിൻ്റെ ബോഡിയിലോട്ട് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഡാറ്റ സെൻഡ് ടു ദ സെർവർ വിത്ത് പോസ്റ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ റിക്വസ്റ്റ് ബോഡി എന്നാണ് പറഞ്ഞത്. റിക്വസ്റ്റ് ബോഡിയിൽ അത് സ്റ്റോർ ചെയ്തിട്ട് HTTP റിക്വസ്റ്റിൻ്റെ റിക്വസ്റ്റ് ബോഡിയിൽ അത് സ്റ്റോർ ചെയ്യാണ് ഏത് ചെയ്യുന്നത്, പോസ്റ്റ് മെത്തേഡ് വഴി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചെയ്യുന്നത്. പാരാമീറ്റേഴ്സ് ആർ നോട്ട് സേവ്ഡ് ഇൻ ബ്രൗസർ ഹിസ്റ്ററി. നമ്മൾ പറഞ്ഞു ബ്രൗസർ ഹിസ്റ്ററിയിൽ അത് സേവ് ചെയ്യുന്നില്ല. നോ റെസ്ട്രിക്ഷൻസ്. ബൈനറി ഡാറ്റ ഈസ് ആൾസോ അലൗഡ്. മറ്റൊരെന്തായിരുന്നു, ആസ്കി ക്യാരക്ടേഴ്സ് മാത്രമേ അലോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്താണ്, ബൈനറി ഡാറ്റയും കൂടി അലോ ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ദെൻ പോസ്റ്റ് ഈസ് എ ലിറ്റിൽ സേഫർ ദാൻ ഗെറ്റ് ബിഗ്. എന്താണ് പോസ്റ്റ്, എന്താണ് ഗെറ്റ് മെത്തേഡിനെക്കാട്ടിലും സേഫർ ആണ്. കാരണം എന്താണ്, ദ പാരാമീറ്റേഴ്സ് ആർ നോട്ട് സ്റ്റോർഡ് ഇൻ ബ്രൗസർ ഹിസ്റ്ററി ഓർ ഇൻ വെബ് സെർവർ ലോഗ്സ്. വെബ് സെർവർ ലോഗ്സിലോ ബ്രൗസർ ഹിസ്റ്ററിയിലോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഈ പോസ്റ്റ് മെത്തേഡ് വഴി നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവം കാണാൻ പറ്റില്ല. ഗെറ്റിലാണെങ്കിൽ അത് കാണാൻ പറ്റും. ഡാറ്റ ഈസ് നോട്ട് ഡിസ്പ്ലേഡ് ഇൻ ദ URL. അതേപോലെ തന്നെ എന്താണ്, URL ഏത് കാണാൻ പറ്റില്ല, നമ്മൾ എന്താണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണാൻ പറ്റില്ല ഏതിൽ, പോസ്റ്റ് മെത്തേഡിൽ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഗെറ്റ് എന്താണ്, പോസ്റ്റ് എന്താണ്, അതിൻ്റെ തമ്മിലുള്ള കമ്പാരിസൺസ്. അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രോഗ്രാമിംഗ് സൈഡ്, ദാറ്റ് മീൻസ് അതെങ്ങനെയാണ് ഒരു PHP കോഡിൽ കൊടുക്കുന്നത്, 2 പേജുകൾക്കിടയിൽ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യുന്നു, ഗെറ്റ് ആൻഡ് പോസ്റ്റ് മെത്തേഡിനെ കുറിച്ചിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.